വിവാദ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞതിന് ശേഷവും മോഹൻലാലിൻ്റെ മകൾ വിസ്മയക്കെതിരെയുള്ള സൈബർ ആക്രമണം തുടരുകയാണ്. പരിഹസിക്കുകയാണ് വിസ്മയക്കെതിരെ നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപങ്ങൾ തുടരുന്നത്. തുടക്കം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് പരിപാടിയുടെ വീഡിയോകൾക്ക് താഴെയും വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. നേരത്തെ CJP പ്രതിഷേധത്തിൻ്റെ പോലീസ് നടപടിയെ വിമർശിച്ച ഒരു കുറിപ്പ് പങ്കുവച്ചതിൻ്റെ പേരിലാണ് വിസ്മയക്ക് രൂക്ഷമായ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നത്. മേജർ രവി അടക്കമുള്ള ചില സിനിമാ പ്രവർത്തകരും വിസ്മയുടെ നിലപാടുകളെ തള്ളി പറഞ്ഞിരുന്നു. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചരണങ്ങൾ അതുപോലെയല്ല, അതേക്കാളും ഭീകരമായ തോതിലാണ്. അത് ശ്രദ്ധിക്കാറില്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നെന്നുമായിരുന്നു വിസ്മയ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചിട്ടും നിലപാട് മാറ്റാത്തതിൻ്റെ കലിയാണോ വിസ്മയക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണങ്ങൾക്ക് പിന്നിൽ? കാണാം RDX റാപ്പ്. വിവാദങ്ങളിലടക്കം തന്റെ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷമാണ് വിസ്മയ മോഹൻലാലിനെതിരെ വീണ്ടും സൈബർ ആക്രമണം രൂക്ഷമാകുന്നത്. ആദ്യം CJP പ്രതിഷേധത്തിൽ നിലപാട് വ്യക്തമാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണമെങ്കിൽ നിലവിൽ അത് ബോഡി ഷേമിംഗ് വരെ എത്തിയിരിക്കുകയാണ്. വിസ്മയുടെ ആദ്യ ചിത്രമായ തുടക്കത്തിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ വീഡിയോയ്ക്ക് താഴെയാണ് അതിരൂക്ഷമായ അധിക്ഷേപ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കമന്റുകളും ഇതോടൊപ്പം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സമരത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് ഒരു ഇഞ്ച് മാറാൻ തയ്യാറല്ലെന്ന് കഴിഞ്ഞ ദിവസം വിസ്മയ അറിയിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ശ്രദ്ധിക്കാറില്ലെന്നും അതുകൊണ്ട് തന്നെ അവ തന്നെ ബാധിക്കാറില്ലെന്നും നടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സൈബർ ആക്രമണം നടത്തുന്നവർക്ക് മുഖമില്ലെന്നും കൂടുതൽ ആക്രമണം നേരിട്ടത് താനാണെന്നും മോഹൻലാലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ വിസ്മയ മോഹൻലാൽ പങ്കുവച്ചത്. തുടർന്നാണ് വിസ്മയയ്ക്കും അച്ഛൻ മോഹൻലാലിനുമെതിരെ അസഭ്യവർഷവും വിദ്വേഷ കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നത്. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഇതിപ്പോൾ ഇതൊന്നും അവരെ ബാധിക്കുന്നൊന്നുമില്ല. അതെ, മോഹൻലാലാണെങ്കിലും വിസ്മയാണെങ്കിലും വളരെ ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മലയാളികൾക്ക് അറിയാവുന്ന അദ്ദേഹത്തെ അറിയാം. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ്. ഇതൊന്നും അവർ കാര്യമായിട്ട് എടുക്കുന്നതിൽ അവരുടെ എത്തുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ ഒരു സമൂഹ നിലയിൽ ഇങ്ങനെ അധിക്ഷേപങ്ങൾ ഒരു വ്യക്തിക്കെതിരെ വരുന്നത് നമ്മൾ ചർച്ച ചെയ്യുകയും നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, കേരളമാകെ ആലോചിക്കേണ്ടുന്ന ചില കാര്യങ്ങളുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്, അല്ലേ? അതെ. അതായത് ഞാൻ മറ്റൊരു സാഹചര്യം ആലോചിക്കുകയായിരുന്നു സനീഷേ. ജന്തർ മന്ദറിൽ സമരം ഉണ്ടായില്ല. വിസ്മയ മോഹൻലാലിൻ്റെ സിനിമ വരുന്നു, തുടക്കം എന്ന സിനിമ വരുന്നു, അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ വലിയ ആഘോഷത്തോടെ അത് സ്വീകരിക്കുന്ന പലരും ഇപ്പോൾ വിസ്മയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒറ്റ കാരണമേ ഉള്ളൂ. അതിന് മറ്റെന്തെല്ലാം കാരണങ്ങൾ, കമൻറ്റുകളുടെ സ്വഭാവം എന്തു തന്നെയായാലും ഒറ്റ കാരണമേ ഉള്ളൂ. അവരൊരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ പറഞ്ഞതുപോലുമല്ല. കുട്ടികളെ ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ല ഭരണകൂടം എന്നുള്ളതാണ് അതിൻ്റെ ആകത്തുക, അവർ പറഞ്ഞതിൻ്റെ ആകത്തുക. ആ കാര്യത്തിൽ വളരെ വ്യക്തമായ ബോധ്യത്തോടെയാണ് അവർ ആ കാര്യം പറഞ്ഞത്. അവരത് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇതിപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ ഉറപ്പ് കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഹൻലാലിനെ കേട്ടിട്ടുണ്ട്, പ്രണവ് മോഹൻലാലിനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കുടുംബത്തിലുള്ള മറ്റ് രണ്ടുപേരെയും നമ്മളധികം കേട്ടിട്ടില്ല. ഇപ്പോൾ സുചിത്രയെ ആയാലും വിസ്മയയെ ആയാലും അവരെ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. എനിക്ക് സുചിത്രയെ കൂടുതൽ കേൾക്കണമെന്ന് സത്യം പറഞ്ഞാൽ തോന്നി, അവരുടെ ഒരു അഭിമുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അതിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മക്കളോട് പറയും ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇതെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം. പക്ഷേ നിങ്ങൾ ചിന്തിച്ചോ, ആ ഫ്രീഡം ഓഫ് തോട്ട് നടക്കട്ടെ, പക്ഷേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണ്ട എന്ന മട്ടിലല്ലോ നമ്മൾ ഇവരോട് കാര്യങ്ങൾ പറയുന്നത്. അവരുടെ അഭിപ്രായം, അവരുടെ ഉത്തമമായ ബോധ്യത്തിൽ അവർ പറയുന്നത്, ആ അഭിപ്രായം എങ്ങോട്ടും മാറ്റിവെക്കാൻ പോകുന്നില്ല. ആ മേജർ രവി അമ്മാവൻ ഇത് കേട്ട് തളർന്നു വീണിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പറഞ്ഞത് ഒന്നുകൂടി മേജർ രവിയെ കേൾപ്പിച്ചാലും മേജർ രവിക്ക് അത് എന്താണെന്ന് മനസ്സിലാകാൻ പോകുന്നില്ല. ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ വിസ്മയുടെ അമ്മാവനായിട്ട് അദ്ദേഹം വന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത്. ഈ സൈബർ ആക്രമണത്തിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ആ മേജർ രവിയാണെന്ന് സംശയമില്ലാതെ പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ്, ഈ ഡോഗ് വിസിൽ കൊടുക്കുകയാണല്ലോ ആളുകൾക്ക്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊന്നും അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്ത ഒരാൾ എന്നുള്ള മട്ടിലാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്താണ്? എഴുതിയതല്ലേ ഉള്ളൂ, നേരിട്ട് കാണാൻ പോവുകയാണല്ലോ. അയാൾ വന്ന് അവതരിക്കുന്നു, വിസ്മയ അവതരിക്കുന്നു. വിസ്മയ വളരെ സ്വാഭാവികമായി ആ കാര്യത്തിലൊരു മാറ്റവും ഇല്ല, പറഞ്ഞതാണ് എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ആ ആക്രമണത്തിൻ്റെ തീവ്രത വർദ്ധിക്കുകയാണ്.
ഇതുകൊണ്ടൊന്നും അവർ തളരാനോ പോകുന്നില്ല. കാരണം എന്താണ്, അവർ ഈ തല്ലുകൊണ്ട തലമുറയിലെ ഒരു പ്രതീകം തന്നെയാണ്, അവരുടെ ഒരു പ്രതിനിധി തന്നെയാണ്. അവരിതുകൊണ്ട് തളരില്ല. നമ്മൾ ആ ജന്തർ മന്ദറിൽ തല്ലുകൊണ്ടവരാരെങ്കിലും അതിൽ തളർന്ന് പിന്തിരിയുന്നത് കണ്ടോ? ഇല്ലല്ലോ. ഈ ആക്രമണം കൊണ്ടും ഇവർ പിന്തിരിയാൻ പോകുന്നില്ല. അവരവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. ഇപ്പോൾ മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടുള്ളത്, വ്യക്തിപരമായി ഞാൻ മോഹൻലാലിനെ മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം രാഷ്ട്രീയമായി ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ല പലപ്പോഴും ഒരു വിഷയത്തിൽ അദ്ദേഹം ഇടപെടാറുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിധിവരെ അരാഷ്ട്രീയവാദിയാണ് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ വളരെ നിസ്സാരമായ ചില തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ വളരെ വിനയത്തോടെ അത് അനുസരിക്കുന്ന മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചത്, ഇതൊക്കെ നമ്മളിങ്ങനെ കൗതുകത്തോടെ നമ്മൾ നോക്കി നിന്നിട്ടേ ഉള്ളൂ മോഹൻലാലിനെ. അതേസമയം അദ്ദേഹം നമ്മളെ അഭിനയം കൊണ്ടാണ് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൾ അഭിനയ രംഗത്തേക്ക് വരുന്നു. അവർ എങ്ങനെയാണ് അവരാ കടന്നു വരുന്ന മേഖലയിൽ കഴിവ് തെളിയിക്കുമോ? അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? ആ സിനിമ എങ്ങനെയായിരിക്കും? ഈ ചിന്തയ്ക്കപ്പുറം എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്താണ്? ഒന്ന്, അവർക്കെതിരെയുള്ള സൈബർ ആക്രമണം. പിന്നെ നമ്മൾ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ച. ഈ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ കാര്യത്തിൽ മറ്റു കൂടുതലൊന്നും പറയാനില്ല. ഈ സുചിത്ര പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാനും ഉറച്ചു നിൽക്കുന്നത്. ഈ ചിന്തിക്കാനുള്ള അവകാശം അവർക്കുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ട്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അനുകൂലിച്ചോ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെയോ അല്ല അവർ ആ കാര്യങ്ങൾ പറഞ്ഞത്. ആ കാര്യത്തിൽ അവർ പറഞ്ഞ വിഷയത്തിൽ ഈ തീവ്രതയിൽ അവർ കാണുന്നത് ഭയങ്കര വിചിത്രമായി തോന്നുന്നു. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ പല അമ്മാവന്മാരും പല രീതിയിൽ അവതരിക്കും. ചില സോഷ്യൽ മീഡിയ അമ്മാവന്മാരും അവതരിക്കും. ഈ സർക്കാരിൽ തന്നെ ഏതോ ഉന്നത മേഖലയിലൊക്കെ പ്രവർത്തിച്ച ഒരു കക്ഷി, ആളുടെ പേര് എനിക്കിപ്പോൾ കൃത്യമായി ഓർമ്മയിൽ വരുന്നില്ല, ഫേസ്ബുക്കിൽ എഴുതിയതെന്ന് ഞാൻ വായിച്ചു. ലാലേട്ടനെ കണ്ടാൽ എനിക്ക് കെട്ടിപ്പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ലാലേട്ട, പിന്നെ പക്ഷികളാണ്. പക്ഷേ ലാലേട്ട മകൾ, പക്ഷേ മകൾ, അതെ ഒരു പ്രകാശം പറക്കട്ടെയാണ്. പക്ഷേ മകൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ ആലോചിക്കേണ്ടത്, ലാലേട്ടൻ ഒരു മറ്റേ പട്ടാളത്തിൻ്റെ ഒരു കേണൽ പദവിയുള്ളയാളാണല്ലോ. അപ്പോൾ ഈ രാജ്യത്തിനെതിരെയാണല്ലോ. എന്നിട്ട് പറഞ്ഞ് വിസ്മയ മോഹൻലാലിനെ മകളെ രാജ്യദ്രോഹിയാക്കുന്ന വഴിയിലേക്ക് അയാൾ കൊണ്ടെത്തിക്കുകയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൽ എന്തോ പദവിയൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ വിദേശത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മാവനാവും, വിഷയങ്ങളിൽ അമ്മാവനായി അവതരിക്കുന്ന ഒരു കക്ഷിയാണ്. കൃത്യമായ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും. ഈ മണമടിക്കുമല്ലോ ആ രാഷ്ട്രീയത്തിൻ്റെ. അപ്പോൾ ആ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും. അയാളും ഇന്ന് വളരെ കൃത്യമായി ഇടപെട്ട് ഈ സൈബർ ലിഞ്ചിങ്ങിൽ അയാളുടേതായ പങ്ക് രേഖപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് അവസ്ഥ. അതാണ് ഇതിപ്പോൾ പക്ഷേ ഒരു മലയാളിയുടെ ജീവിതം ഒരു 10,000 മണിക്കൂറാണ് ആകെയെങ്കിൽ അതിനകത്തൊരു 8,000 മണിക്കൂർ അയാൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 4,500-5,000 മണിക്കൂർ തന്നയാളാണ് ഈ മോഹൻലാൽ. ഈ കാലത്ത് ജീവിച്ച 10-40 കൊല്ലമായിട്ട് 40-ലേറെ വർഷങ്ങളായിട്ട് അദ്ദേഹം അഭിനയ രംഗത്തുണ്ട്. ഈ മലയാളത്തിൻ്റെ സന്തോഷം, ഷെയ്ഡായിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന നിലക്കുള്ള സന്തോഷം മുഴുവൻ സിനിമയാണ് കൂടുതലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട. മലയാളികളെല്ലാം കഥകളി കണ്ടിട്ടല്ലോ സന്തോഷിക്കുന്നത്. സിനിമയാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു വിനോദോപാധി. അതിനകത്ത് ഏറ്റവും എല്ലാ മലയാളിയും കണ്ടിട്ടുള്ള ഒരു കഥകളി ഒരു പക്ഷേ മോഹൻലാൽ കളിച്ചത്. അപ്പോൾ അത് അത്രയും സന്തോഷം തന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നൊക്കെ ആളുകൾക്ക് അറിയാം. കുറേ ആളുകൾക്ക് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷത്തെ കൂടുതലായിട്ട് എതിർക്കാനോ ഒന്നും അദ്ദേഹം പോയിട്ടില്ല. ഇത് അദ്ദേഹത്തെ കൂടിയാണ് ഇപ്പോൾ ചീത്ത വിളിക്കുന്നത്. ഈ കുട്ടി ഹർഷനിപ്പോൾ പറഞ്ഞല്ലോ, ഈ കുട്ടി വിസ്മയ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ് എനിക്ക് എന്തോ മോഹൻലാലിൻ്റെ മകളായതുകൊണ്ട് എനിക്ക് എപ്പോഴും കുട്ടി എന്ന് വരികയാണ്. പക്ഷെ അവർ വന്നിട്ട് ഈ പറയുന്ന കാര്യം എന്താണ്, തല്ലരുത് എന്നല്ലേ അവർ പറഞ്ഞുള്ളൂ. ഇവർ പറയുന്നത് ഈ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ രാമായണവും മഹാഭാരതമൊക്കെ ഇങ്ങനെ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട്, വലിയ സംഭവമാണത് പക്ഷേ അവരുടെയാണ് എന്ന മട്ടിൽ മറ്റാർക്കും വേണ്ട ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. മാ നിഷാദ എന്നാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. തല്ലല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അരുത് കാട്ടാള എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ഹിംസ പാടില്ല എന്ന പോയിൻ്റേ വിസ്മയ മോഹൻലാലും പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അവർക്കെതിരെ അങ്ങ് ഹിംസയാണ്, ഹിംസയോട് ഹിംസ. എന്തൊക്കെയാണ് പറയുന്നത്? അതായത് മോഹൻലാൽ നമുക്ക് തന്ന ആനന്ദ നേരങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മകളുടെ സിനിമയിലേക്കുള്ള പ്രവേശനവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അവരുടെ ഫാമിലിയായിട്ട് വന്നിരുന്ന ഇൻ്റർവ്യൂസിനെല്ലാം കാണുന്നത്. എന്തൊരു മനോഹരമായിട്ടുള്ള കാര്യമാണ്. ആ കുട്ടി വിസ്മയ മോഹൻലാലും ഒരു ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നതിന് ത്രില്ല്. ഇപ്പോൾ ഇത്രയും വലിയൊരു ആക്ടറുടെയും ഇത്രയും വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളുടെയും മകളാണ്. അവർ പക്ഷേ വളരെ നിഷ്കളങ്കമായിട്ടാണ് കാര്യങ്ങളോളം ചോദിക്കുന്നത്. അവർ പക്ഷേ എന്നാൽ വളരെ ഷാർപ്പായിട്ടാണ്. എന്നാൽ ഒട്ടും അഹങ്കാരം പറച്ചിലുണ്ടോ, എനിക്കെതിരെ ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ 2 വർത്താനം പറഞ്ഞേക്കാന്ന് വിചാരിക്കണം, ഒന്നുമില്ല. 2 ആളുകളുടെ ഹർഷനിപ്പോൾ വിശദമായിട്ട് പറഞ്ഞു. അവർ സുചിത്ര മോഹൻലാൽ സംസാരിച്ച കാര്യങ്ങൾ മോഹൻലാൽ അതിനോട് സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഇതും ഈ സിനിമക്കകത്തെ
അദ്ദേഹം പ്രകടിപ്പിച്ച പോലെ അല്ലെങ്കിൽ ഈ സിനിമക്കകത്ത സന്തോഷങ്ങൾ പോലെ തന്നെയാണ് അവർ മൂന്നുപേരും വന്ന് ഇരുന്നപ്പോഴും നമുക്ക് തോന്നിയത്. അവരാണെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷത്തെ വല്ലാത്തോതിൽ എതിർത്തിട്ടുമില്ല. കേരളം കണ്ട ഏറ്റവും വലിയ സൈബർ ആക്രമണം ഇതാണ്. അതായത് ഇവരിൽ പല ആളുകളുമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചില സൈബർ ആക്രമണം നടത്തുമ്പോൾ എതിർത്തുകൊണ്ടിരുന്നതെന്ന് ഓർക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ സൈബർ ആക്രമണം യഥാർത്ഥത്തിൽ ഇതാണ്. നമ്മളിപ്പോൾ അതിൻ്റെ വലുപ്പം അളക്കുന്നാൽ മറ്റുള്ള ആളുകൾ പറയും എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റ് സംഭവങ്ങളില്ലേ. പക്ഷേ ഇത് അതിൻ്റെ അവർ ചെയ്ത ഇവർ പറയുന്ന കുറ്റം എന്ന് നോക്കിയാലും അവർ അടിമുടിയാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. അടിമുടി അവരെ മാത്രമാണോ? അവരുടെ അദ്ദേഹത്തെ എന്തൊക്കെയാണ് പേരെഴുതി വെക്കുന്നത്? മോഹൻലാലിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് ഇവരോട്? അപ്പോൾ ഇതൊരു വല്ലാത്ത ദുഷ്ടക്കൂട്ടമായിട്ട് മാറിയിരിക്കുന്നു. ഇതിപ്പോൾ BJP-കാരും RS-കാരെല്ലാം ഇത് ചെയ്യുന്നു എന്നാണ് വിചാരിക്കുന്നത്. അല്ല, അവർക്കിത് കണ്ട് സന്തോഷമുള്ള ആളുകളുണ്ട്. ഈ മോഹൻലാലിൻ്റെ മകൾ വരികയാണ് സിനിമയിലേക്ക്, അതിൽ സന്തോഷമുണ്ട്. ആ സിനിമ കാണാൻ കാത്തിരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്. പക്ഷേ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട നല്ല ആളുകൾ നിങ്ങളിത് ചെയ്യരുത് എന്ന് ഇവരോട് പറയണം. ഇത് ഇത്രമാത്രം ദുഷ്ടത എവിടെ നിന്നാണ് വരുന്നത്? ഇത്രമാത്രം വലിയ ക്രൂരത അല്ലെങ്കിൽ ഹിംസിക്കാനുള്ള ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇവരെല്ലാം ഈ പറയുന്ന ദൈവ തിങ്കൽ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന മനുഷ്യരല്ലേ? എന്നിട്ട് ഇങ്ങനെയാണോ ആളുകളോട് പെരുമാറേണ്ടത്? ഫേക്ക് ഐഡികളൊന്നുമല്ല, ഇങ്ങനെയുള്ള സാധാരണ ഐഡികൾ താഴെ വെച്ചിട്ട് പരിഹാസവും രൂക്ഷമായുള്ള ഇതുമൊക്കെയാണ്. എന്ത് ചെയ്യാനാണ് ഇവർ ഈ പറയുന്ന പോലെ? ഇത് സംസാരിച്ചും ചർച്ച ചെയ്തും പോകണം. കാരണം ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു, അതായത് മോഹൻലാൽ പറഞ്ഞിട്ടില്ലേ, നോട്ട് നിരോധനത്തിന് സമയത്ത് മോഹൻലാൽ ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള കാര്യം പറഞ്ഞു. JNUവിലെ സമരമുള്ള സമയത്ത് കുട്ടികൾ പഠിക്കണമെന്ന അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം വിമർശനം ഉണ്ടായി. അതിന് വിമർശനം എന്നാണ് പറയുക. അതായത് അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു. അതിന് വിമർശനം എന്നാണ് പറയുക. വിമർശമാകാം, ഇത് പക്ഷേ ചീത്ത വിളിയാണ്. അതിനകത്തൊരു കാര്യം കൂടിയുണ്ട് തനിഷേ. സാധാരണ ഈ സെലിബ്രിറ്റികൾക്കൊക്കെ അവർ നേരിടുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരൊക്കെ ഇതുപോലെ ഒരു ചീത്തവിളി നേരിട്ടാൽ പെട്ടെന്ന് അങ്ങ് തളരുക മാത്രമല്ല അവരാകെ പിന്നീട് ഒരു പ്രതികരണത്തിന് തയ്യാറാവാതെ പിൻവാങ്ങും. മലയാളത്തിൽ അത് പ്രത്യേകിച്ചുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു ഭാഷകളിലൊക്കെ ആളുകൾ കുറേ കൂടി, സിനിമാ താരങ്ങളൊക്കെ രാഷ്ട്രീയമായി പ്രതികരിക്കുന്നവരാണ്. മലയാളത്തിൽ വളരെ കുറവാണ് രാഷ്ട്രീയമായി. അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പറയണം, ഏതായാലും കക്ഷി രാഷ്ട്രീയം പറയണം എന്നല്ല, ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ശേഷി കാണിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ജന്തർ മന്തർ സമരത്തിലാണ് പിന്നീടും കുറേ പേരൊക്കെ പ്രതികരിച്ച് നമ്മൾ കണ്ടത്. വളരെ അപൂർവം പേരേ ഉള്ളൂ. ഇവർ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു, അവരെ അങ്ങ് ആക്രമിച്ച് ഇരുത്തിക്കളയാം എന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് വിസ്മയ്ക്ക് മലയാളം അറിയില്ലോ എന്നുള്ള എൻ്റെ ഒരു വിഷമമായിരുന്നു. കാരണം ഈ മോഹൻലാലിനെ പോലെ നമ്മൾ ആരാധിക്കുന്ന ആളുകൾ നമ്മുടെ മാതൃഭാഷ പഠിക്കാൻ കുട്ടികളെ പ്രേരിപ്പിച്ചില്ലല്ലോ എന്ന്. അദ്ദേഹം ഒന്നിനും പ്രേരിപ്പിച്ചില്ല, അവരെ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ചെയ്തത്. ഈ വിസ്മയക്ക് ഈ പറയുന്ന പോലെ പിന്നെ മലയാളം അറിയില്ലോ എന്നുള്ള എൻ്റെ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇവർ തെറിവിളി വായിക്കുന്നില്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. മലയാളം അറിയണ്ട. ഡൽഹിയിലെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ പ്രതികരിച്ചവർക്കെല്ലാം തന്നെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നിരുന്നത്. അതെല്ലാം അവസാനിച്ചുവെന്ന് വിചാരിച്ചപ്പോഴാണ് വിസ്മയക്ക് വീണ്ടും ക്രൂരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നത്. രാഷ്ട്രീയ ഭിന്നാഭിപ്രായത്തിൻ്റെ പേരിൽ ആരംഭിച്ച അധിക്ഷേപങ്ങൾ നിലവിൽ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആദ്യം നടത്തിയ സൈബർ ആക്രമണങ്ങളിലും വിസ്മയ തളർന്നില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇക്കൂട്ടരെ വീണ്ടും അസ്വസ്ഥരാക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഭാഗമായി വിസ്മയ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയ്ക്കെതിരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഓഗസ്റ്റ് 7-ന് തിയേറ്ററുകളിൽ എത്തുന്ന തുടക്കത്തിലൂടെ വിസ്മയയുടെ തുടക്കവും ഗംഭീരമാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ആദ്യ ദിവസം തന്നെ പോയി സിനിമ കാണാനും പ്ലാനുണ്ട്. ഇടവേളയിലേക്ക്.